ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ ആദ്യമോ ഒക്കെ വന്നേക്കുമെന്നാണ് പറയപ്പെടുന്നത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ എല്ലാ പ്രമുഖ PSC കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കോഴ്സുകളുമായിട്ട് ഉദ്യോഗാർത്ഥികളെ സമീപിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉദ്യോഗാർത്ഥികളെ സമീപിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കൊരു നാക്കുപിഴ വന്നതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞു തന്നെയാണ്. ഒരു 5 വർഷം മുമ്പൊക്കെ ഉദ്യോഗാർത്ഥികൾ സെൻറ്ററുകൾ തേടി നടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അവർ ചെന്നിട്ട് അവരുടെ കോഴ്സുകളെക്കുറിച്ച് തിരക്കുകയും ഫീസൊക്കെ തിരക്കുകയും ചെയ്ത് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ രീതിയൊക്കെ മാറിയിരിക്കുകയാണ്. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ കോഴ്സുകളുമായിട്ട് ഉദ്യോഗാർത്ഥികളെ സമീപിക്കുകയാണ്. എങ്ങനെ? യൂട്യൂബുകൾ വഴി, അതുപോലെ തന്നെ അവരുടെ കോൾ സെൻറ്ററിലെ ആളുകൾ ഫോൺ ചെയ്യുന്നത് വഴി ഒക്കെ എന്ത് ചെയ്യുകയാണ്, ഇവരുടെ കോഴ്സിനെ കുറിച്ച് ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ഈ പരസ്യം മുഖേനയാണ്. തീർച്ചയായിട്ടും ഒരു വസ്തു, ഒരു അഡ്വർടൈസിങ് ഏജൻസി ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എങ്ങനെയാണോ ആഡ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ അവരുടെ ആ ഒരു കോഴ്സിനെ കുറിച്ച് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആകർഷിക്കുന്ന രീതിയാണ് നിലനിൽക്കുന്നത്. PSC പഠിച്ച് ഗവൺമെൻറ്റിലേക്ക് ഒരു ജോലി നേടണം എന്നാഗ്രഹിച്ച് പഠന മേഖലയിലേക്ക് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും തിരികെ ഞാൻ എത്തിയപ്പോൾ എനിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് ഏത് സ്ഥാപനത്തിൻ്റെ കോഴ്സ് എടുക്കണം എന്നുള്ളതായിരുന്നു. ഈ ഓഫ്ലൈൻ സെൻറ്ററുകളിൽ ഈടാക്കുന്നതിൻ്റെ പല ഇരട്ടി കൂടുതൽ ഫീസാണ് അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അന്നേ ഈടാക്കിയിരുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്തരം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് അവർ പറയുന്ന വലിയ ഒരു എമൗണ്ട് കോഴ്സ് ഫീ ആയിട്ട് നൽകി പഠിക്കാനായിട്ടുള്ളൊരു സാമ്പത്തികം എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ എവിടെയും ചേർന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു റാങ്ക് ഫെയിൽ വാങ്ങിക്കാനുള്ള പൈസ മാത്രമേ എൻ്റെ ഉണ്ടായുള്ളൂ. അത് ഒപ്പിച്ച് ഒരു റാങ്ക് ഫെയിൽ മേടിച്ച് അത് ഉപയോഗിച്ച് പഠിച്ച് ചെറുതെങ്കിലും ചില വിജയങ്ങൾ നേടാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുമുണ്ട്. പല ലിസ്റ്റിലും എനിക്ക് ഉൾപ്പെടാനായിട്ട് സാധിച്ചു. 10th ലെവൽ ലിസ്റ്റുകളിലാണ് ഉൾപ്പെടാൻ സാധിച്ചത് എന്ന വാസ്തവം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈയിടെ യൂട്യൂബിൽ ഞാനൊരു കോച്ചിങ് സെൻറ്ററിൻ്റെ ഒരു ആഡ് കണ്ടു. അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പുതുതായിട്ടായിട്ട് ഇറക്കാൻ പോകുന്ന ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കോഴ്സിനെ സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു അതിനകത്തിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ ആ ഒരു കോഴ്സിനെ കുറിച്ച് പറയുന്നത് വളരെ നല്ല കോഴ്സാണ്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉദ്യോഗാർത്ഥികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജോലി കിട്ടിയാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന സാലറി, മറ്റ് ബെനിഫിറ്റ്സ്, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ കൂടി അവർ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നി. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് അവരുടെ ആ കോഴ്സിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അല്ലാതെ ആ ഒരു തസ്തികയുടെ ഗുണം പറയാനല്ല ഉദ്ദേശിക്കുന്നത് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ എന്തായാലും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കോഴ്സ് ഒന്ന് തിരക്കി, ആ ഒരു ഫീ ഒക്കെ എത്ര ആവും തിരക്കിയപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സുകൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലുണ്ടോ എന്ന് തിരക്കി നോക്കാമെന്ന് വിചാരിച്ചു. 1-2 ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ തിരക്കിയപ്പോൾ എല്ലായിടത്തെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ ഫീസാണ് എല്ലാവരും ഈടാക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് കോഴ്സ് എടുക്കാൻ വേണ്ടി പഠനം തുടങ്ങിയ സമയത്ത് ചെന്നപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൂടിയ ഫീസായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെയൊക്കെ 2-3 ഇരട്ടിയാണ് നിലവിലെ ഫീസ് എന്നുള്ളതാണ് സത്യം. ഒരു 6,000 രൂപ മുതൽ 11,500 വരെയൊക്കെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈടാക്കുന്ന ഫീസ് എന്ന് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ കോഴ്സിന് അവർക്കിഷ്ടമുള്ള ഫീസ് മേടിക്കും. ചിലപ്പോൾ ആ ഒരു ഫീസ് അവർ അത്ര നല്ല മെറ്റീരിയൽസ് നൽകുന്നുണ്ടാവാം, അത്രയും കൂടിയ വളരെ പ്രഗത്ഭരായ അധ്യാപകരെ കൊണ്ടുവന്നായിരിക്കാം, UPSC ലെവലിലുള്ള അധ്യാപകരെയൊക്കെ കൊണ്ടുവന്നായിരിക്കാം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും അവർ ആ ഒരു എമൗണ്ട് മേടിക്കുന്നത്. ഞാൻ അവരെ ഒരു രീതിയിലും കുറ്റം പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇത്രയും പൈസ കൊടുത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് പഠിക്കാനുള്ള സാമ്പത്തികം ഇല്ല എന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തികയ്ക്ക് തയ്യാറെടുക്കാതെ ഇരിക്കരുത് എന്നാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പോകാതെ തനിയെ കഷ്ടപ്പെട്ട് പഠിച്ച് ഇങ്ങനെ ജോലിയിലേക്ക് കയറാൻ സാധിക്കും എന്ന് തെളിയിച്ചു തന്ന ധാരാളം പേര് നമ്മുടെ മുന്നിലുണ്ട്.
ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഒരു സിനിമയാണ് 12th ഫെയിൽ എന്ന് പറയുന്ന ഒരു സിനിമ ഈ ഇടയ്ക്ക് റിലീസ് ചെയ്തിരുന്നു. അത് നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അത് യഥാർത്ഥ ജീവിത സംഭവമാണ്. ഒരു വ്യക്തി താൻ UPSC ലെവലിൽ ഒരു എക്സാം എഴുതി പാസ്സാവണമെന്ന് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് നേടുന്ന, ഒറ്റയ്ക്കിരുന്ന് പഠിച്ച് നേടുന്ന ഒരു സംഭവമാണ് ആ ഒരു സിനിമയിൽ കൂടി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ എത്രയോ ആളുകൾ UPSC ലെവലുള്ള പരീക്ഷകൾ വരെ ക്രാക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തനിയെ പഠിച്ച് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ പൈസ ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്യുക, കൃത്യമായി യൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതുവഴിയാണ് വിജയത്തിലേക്ക് എത്തുക. അല്ലാതെ പണം ഇവിടെ മറ്റൊരു രീതിയിലും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകമേ അല്ല. നിങ്ങൾക്ക് പഠിക്കാൻ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിച്ച് നേടാനായിട്ട് സാധിക്കും. പണം ഒരു വിഷയമേ അല്ല. പണം ഉണ്ടെങ്കിൽ മാത്രമേ വലിയ കോഴ്സുകൾക്ക് ചേരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ചേർന്ന് മാത്രമല്ല വിജയം നേടാൻ സാധിക്കുക എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം UPSC ലെവലിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്ന ഇപ്പം PSCയുടെ ഇപ്പോൾ ഈ കഴിഞ്ഞ LDC ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ അതിൽ പോലും കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ നല്ല സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. UPSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ UPSC ലെവലിലുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പഠിക്കുക. എന്തൊക്കെ മെറ്റീരിയൽസാണ് കളക്ട് ചെയ്യേണ്ടതെന്നും അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ തീർച്ചയായും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ലവണ്ണം പഠിക്കാനായിട്ട് സാധിക്കട്ടെ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൽ നല്ലൊരു റാങ്ക് നേടി നല്ല ജോലി നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.